അമ്മമാരെല്ലാം പണ്ട് നമ്മളെ സ്കൂളിൽ റെഡിയാക്കി വിട്ടത് എങ്ങനെയാണ്, അതുപോലെ ഞാൻ ഇന്ന് എന്റെ അമ്മേനെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ രാവിലെ 5:30 എണീറ്റ് ഞാൻ അമ്മക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ എല്ലാ പണിയും ഒതുക്കി കഴിഞ്ഞ് അമ്മ കുളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്റെ ഒരു അംഗമാണ്. അച്ഛൻ എന്നെ സ്നേഹിച്ച് കൊല്ലേന്ന് ഗൈസ്. എന്നെ കണ്ട എന്നാ അറിയില്ല ഗൈസ്, അച്ഛന് കരഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് അങ്ങനെയാണ്. ആ സമയത്ത് കൂടെ നമ്മളും കൂടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അച്ഛൻ വിഷമിക്കുകയില്ല. അപ്പൊ ഞാൻ അതൊരു തമാശയാക്കി വിട്ടതാണ്. അതിനുശേഷം അമ്മ റെഡിയായി സാരിയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളെ റെഡിയാക്കൽ അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങള്. ഇത് ചെറിയ കുഞ്ഞുങ്ങളെക്കാട്ടും കഷ്ടമായി പോയി ഗൈസ്. ഞാൻ ഇട്ടതെല്ലാം മായിച്ചു. സൺസ്ക്രീനും മോയ്സ്ചറൈസറിലും ഇടുമ്പോൾ അമ്മേന്റെ എക്സ്പ്രഷൻ കണ്ട എനിക്ക് തന്നെ കരച്ചില് വരും. അങ്ങനെ കൺമഷീൽ ഇട്ടത് നൈസായിട്ട് അമ്മ മായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇടാന്ന് വെച്ചിട്ട് ഇട്ടപ്പം അമ്മ നല്ല ജോക്കർ ആക്കി അത് മായിച്ച് കൊളാക്കി വെച്ചു. പിന്നെ ആദ്യം മുകളിലും കഴുകി അമ്മ തന്നെ റെഡിയായിട്ട് കഴിഞ്ഞു വന്നു. ഒരു ദിവസം ഞാൻ ഈ മുഖത്തൊരു താജ്മഹൽ പണിയുന്നുള്ള ആശ്വാസത്തിൽ ഞാൻ അമ്മേനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ എന്നെക്കാട്ടി ആത്മാർത്ഥതയിൽ 2 മക്കളാണ് ലൂസിയും ബെല്ലിയും. അവർ അമ്മേനെ സ്കൂൾ ബസ് വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സാരിയും ബാഗിൽ അമ്മേന്റെ സ്കൂളത്തെ പാരന്റ്സിന്റെ ഗിഫ്റ്റ് ആണ്. അപ്പം അങ്ങനെ അമ്മ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്